ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉമ്മ എല്ലാവർക്കും കേട്ടോ. അതിൽ ഒന്ന് രണ്ട് പേര് കിട്ടിയില്ലെങ്കിൽ അതൊക്കെ കിട്ടിക്കോളും. കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട് മെസ്സേജിലൂടെ, റിപ്ലൈയിലൂടെ. ഓക്കെ. അപ്പോ ഇന്ന് നമുക്ക് ഒരു കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടി. ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത കളിയില്ല അതമ്മ. ഉരുളക്കിഴങ്ങ് ഇതിന് ഇട്ടാ നല്ല ടേസ്റ്റ്. കറിവേപ്പില കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? കറിവേപ്പില വേണ്ട, ഇതിന് വേണ്ട. ഇതിന് മല്ലിയില അരച്ചു കൂട്ടുന്നുണ്ടല്ലോ. ഓക്കെ. പിന്നെ അതിന് വേണ്ട സാധനങ്ങള് മല്ലിയും മുളകും വറുത്ത് അരച്ചതാണ്, മഞ്ഞളും കൂട്ടി. പിന്നെ നാളികേരം, ഒരു 1.5 സ്പൂണ് നാളികേരം, അത്ര വേണ്ടു കേട്ടോ. ഇത് കുറച്ചല്ലേ ഉള്ളൂ. 1.5 സ്പൂണ് ചെറിയ നാളികേരം. പിന്നെ കുരുമുളക് ഒരു 10-12 കുരുമുളക്, പിന്നെ ഒരു 4 അണ്ടിപ്പരിപ്പ്, പിന്നെ പെരിഞ്ചീരകം, മഞ്ഞ അതും കൂട്ടി വറുത്തിട്ട്, അതായത് ഒന്ന് ചോക്കര വറുത്തിട്ടല്ല, എന്നാലും ഒന്ന് വറക്കണം. എന്നിട്ട് അരച്ചതാണ്. പിന്നെ ഇത് പച്ചമുളകും മല്ലിയലി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ഒതുക്കിയതാണ്. ഓക്കെ. പിന്നെ സബോള, തക്കാളി. എന്താ ഒതുക്കിയെന്ന് പറഞ്ഞ ഒരുപാട് അങ്ങനെ നൈസായിട്ട് അരക്കിയല്ല, അതാണ്. മനസ്സിലായി? ഒന്ന് ഒതുക്കിക്കോന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഒതുങ്ങണ്ട, നൈസായിട്ടല്ല, കുറച്ച് കരുതരുപ്പായിട്ട് അരച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളോടൊക്കെ പറയില്ലേ, ഒന്ന് ഒതുങ്ങിക്കോ നീ മര്യാദയ്ക്ക് പറഞ്ഞാൽ ഫുള്ള് ഒതുങ്ങൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഒതുങ്ങാൻ അല്ലേ. പിന്നെ കുറച്ച് പഞ്ചസാര അവിടെ പഞ്ചസാര ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പഞ്ചസാര കാണിച്ചു തരുമൊന്നും വേണ്ട, പറഞ്ഞാൽ മതി കേട്ടാ. പഞ്ചസാര കാണാണ്ട് കിടക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ കേട്ടാ. പഞ്ചസാര വരെ കാണിച്ചു തരുന്നു. പഞ്ചസാര കണ്ടിട്ടില്ലെങ്കിലോ? അതെ, അത് ഇല്ല, ശരിയായിരിക്കും. ഇതാണ് ശുദ്ധമായ എണ്ണ. ഞാൻ വീണ്ടും പറഞ്ഞില്ലാന്ന് വേണ്ട. അമ്മ പറച്ചിലേ നിർത്തി. ഞാനിത് എപ്പോൾ പറയാൻ തുടങ്ങിയോ അപ്പം നിർത്തി അമ്മ ഈ പറച്ചിൽ. അവരാണെങ്കിൽ ഒന്നും ചോദിക്കണമില്ല. ചേച്ചിയുടെ വീട്ടിൽ മാത്രമാണോ ഈ ശുദ്ധമായത്, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള എന്താ പൊട്ട എണ്ണയാണെന്ന് അവർ ചോദിക്കാത്തത് കൊണ്ട് അവരിന്റെ പകരം ഞാൻ പറഞ്ഞതാണ്. ഈ തരുതല എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എൻ്റെ അർത്ഥം എന്താ? ഞാൻ പലരോടും അല്ല, നമ്മുടെ ഈ നാക്കും കൊണ്ടല്ലേ സംസാരിക്കണത്. ഈ തരുതല എന്തായിരിക്കും? തരുതല എന്ന് പറഞ്ഞാൽ ഇല്ല, അതൊന്ന് കണ്ടുപിടിക്കണല്ലോ. വെറുതെ ഒരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിനൊരു മീനിങ് വേണമല്ലോ. എന്തായിരിക്കും? മലയാളത്തിൻ്റെ ഉള്ള ഭാഷ തന്നെ ശരിക്കറിയാത്ത എൻ്റെ അമ്മേനോട് ചോദിച്ചത് എന്ത് മനസ്സിലാവാനാണ്? ഇനി മലയാള ടീച്ചറെ തെരഞ്ഞു പോകണം ഞാൻ. ഇത് സബോള. ഇത് നല്ല ചെറിയ സബോളയാണ്. അമ്മ എന്തിനും നല്ലതെന്നല്ലേ പറയുള്ളൂ. അങ്ങനെ പറയാറുണ്ട്, പക്ഷെ ഇത് നല്ല ചെറിയ. അമ്മ ഈ ഭൂമിയിൽ എന്തിനേലും പൂർണ്ണമായിട്ട് നല്ലതെന്ന് പറയുന്നില്ലെങ്കിൽ, പറയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ സാധനമുള്ളൂ, ഞാൻ. അല്ലാണ്ട് ലോകത്തെ എല്ലാ സാധനത്തിനും നല്ലത് അല്ലെങ്കിൽ പാവം എന്ന് പറയും. അച്ഛനെ പറയുകയാണെങ്കിൽ പാവം മണേട്ടൻ പറയും. ബിനുവിനെ പറയുകയാണെങ്കിൽ അവൻ പാവം ബിനു പറയും. ഇനിയിപ്പോൾ അനുമോളെ പറയുകയാണെങ്കിലും അത് പാവം അനുമോട് പറയും. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ പാവം എന്നുള്ള ഭാഷ അമ്മ അങ്ങനെ മറന്ന് മാറ്റി വെക്കും. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവും. എപ്പോ ആണോ? ഇതിപ്പോ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പറയല്ലേ? അങ്ങനെ ഇത് ചെറിയ ബ്രൗണിഷ് ആയില്ല. നമുക്ക് ആയി എന്ന് പറയാമല്ലോ. ഒരു മുളം മുമ്പ് ഒരുപാട് ആവണ്ട, എന്നാലും ഒരു ഇതൊക്കെ. ഇനി നമുക്ക് ഈ പച്ചമുളകും മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചത് നമുക്ക് ഇതിലിട്ട് കൊടുക്കണം. ഓക്കെ. അമ്മ ഏത് നേരം ഇങ്ങനെ ചിരിക്കാനുള്ള വല്ല മരുന്നും കഴിക്കുന്നുണ്ടോ അമ്മ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. ഇതിപ്പോൾ വീഡിയോയിലുള്ളപ്പോൾ മാത്രമല്ല കേട്ടോ, എന്ത് ചോദിച്ചാലും ചിരിക്കും, എന്ത് പറഞ്ഞാലും ചിരിക്കും. ഈ ചിരി എന്തിനു ചിരിക്കണമെന്നും കൂടി ഒരു ബോധമില്ലാത്ത അമ്മയായി പോയിട്ടുണ്ട്. എങ്ങനെയാണ് ചിരിക്കുക? മനുഷ്യന്മാര് ചിരിക്കുന്നതെന്ന് പറഞ്ഞാലേ, ഇപ്പൊ നോക്കൂ, ഞാൻ ഏത് നേരം മുഖം ഇങ്ങനെ വീക്കി എങ്ങനെ കണ്ടില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ. എനിക്കിഷ്ടപ്പെടും. അങ്ങനെ ഇരുന്നാ മതി അമ്മ. അപ്പൊ എന്താ പറഞ്ഞാ നമ്മള് കഴിയുന്നത് ചിരിക്കുക.
ചിരിക്കുന്നതാണ് നല്ലത്. എല്ലാ കാണുന്നവർക്കും അതാണ് നല്ലത്. നമ്മുടെ അടുത്ത് അറിയുന്നവർക്കൊക്കെ ആ ചേച്ചി എപ്പോഴും ചിരിച്ചിട്ടാ, അല്ലെങ്കിൽ അമ്മ ചിരിച്ചിട്ടാണല്ലോ എപ്പോഴും. നിങ്ങൾക്ക് തന്നെ തോന്നില്ല ഇതാ അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രാന്താണ് പറയുന്നത്. അങ്ങനെയല്ല, എന്നാലും നമ്മൾ അത്യാവശ്യം ഒന്ന് ചിരിച്ച മുഖത്തോടെ ഇരിക്കണം. അപ്പൊ അമ്മ ഒരു മരണ വീട്ടിൽ പോയാൽ ചിരിക്കുവോ? അതൊക്കെ സന്ദർഭം അങ്ങനെ. ഒരു ഐസിയിൽ പോയിട്ട് അതിന്റെ പുറത്തുനിന്ന് നീയല്ലേ പറഞ്ഞ അമ്മ നേരെ ചിരിച്ചോണ്ട്. അല്ല, അമ്മ പറഞ്ഞില്ല എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ഒരു ഐസിയുടെ പുറത്ത് പോയിട്ട് ചിരിക്കുവോ? ഒരു പള്ളിയിലെ അച്ഛൻ അവിടെ സമയം സന്ദർഭത്തിനനുസരിച്ചാണ് ചിരിക്കുക. അല്ല, ബൈബിൾ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചിരിക്കുവോ? ഒരു സന്യാസി അവരെ പ്രവാചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചിരിക്കുവോ? അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ സമയത്തും ചിരിക്കാൻ പറ്റിയ. നമുക്ക് കഴിയുന്നത് എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും മുഖം വീട്ടിൽ കെട്ടിയൊന്നും ഇരിക്കാണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മളൊന്ന് ചിരിക്കാൻ ശ്രമിക്കണം. അതാണ് എനിക്ക് ശരി, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിടാം, കൈ കൊണ്ടിടാം, കുറച്ച് പാകത്തിനുള്ള ഉപ്പ്. ഇപ്പൊ അമ്മ ഒരു ബസ്സിൽ കയറിയെന്ന് വിചാരിക്കുക, കണ്ടക്ടർ വന്നിട്ട് ടിക്കറ്റ് എടുക്കുമെന്ന് പറയാണ്. അപ്പൊ അമ്മ ചിരിച്ചും കൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പൊ ആ കണ്ടക്ടറിനെ കളിയാക്കി പോലെ തോന്നിച്ചു തോന്നും. വെറുതെ ചിരിക്കുക. അപ്പൊ അയാൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെയും ചിരിക്കും, ഇറങ്ങുമ്പോഴും ചിരിക്കുക. നല്ല ചിരിച്ച മുഖം ആൾക്ക് പിന്നെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ആളും ചിരിക്കും. അല്ലാണ്ട് പൈസ കൊടുക്കുമ്പോ ശരി, അത് ശരി, അത് ഞാൻ അംഗീകരിച്ചു. നീ മല്ലിമുളകും. ഇപ്പൊ ഒരു 10-22 വയസ്സായ പെൺകുട്ടി കാണുന്നവരെ മുഴുവൻ ചിരിക്കുകയാണെങ്കിലോ? അവരുടെ സന്ദർഭത്തിനനുസരിച്ച്. എന്റെ പ്രായത്തിന് ഞാൻ അങ്ങനെയല്ലല്ലോ. നമ്മുടെ പ്രായത്തിന് നമുക്ക് ചിരിക്കുകയല്ല, കൈകൊട്ടി ചിരിക്കുക. അപ്പൊ നമ്മള് ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് എഴുന്നേരം ചിരിച്ചുകൊണ്ടുണ്ടെങ്കിലോ, അവള് വീട്ടിൽ പോയിട്ട് കംപ്ലൈന്റ് പറയും, ആ കോന്ന ചെക്കൻ അടി കിട്ടും. അപ്പൊ അമ്മ പറഞ്ഞ വാക്കൊന്നും മുഴുവൻ കേൾക്കാൻ പറ്റില്ല കേട്ടോ. ഏത് നേരം ചിരിക്കുക, ആരെ കണ്ടാലും ചിരിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ വഴി കൂടെ പോണ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളുണ്ട്, നമ്മൾ ചുമ്മാ അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും അവരെ മാത്രമല്ല കാണുന്നവരെ മുഴുവൻ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ അവര് കാണുമ്പോൾ അവരെ നോക്കിയല്ലേ ചിരിക്കണത്. അപ്പൊ അവര് വീട്ടിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യല്ലേ, പോകുമ്പോഴും വരുമ്പോഴും ഒരു കുരുത്തം കെട്ട ചെക്കൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടെന്ന് പറയില്ലേ. നമ്മുടെ വാക്ക് നോക്കി എല്ലാരും നോക്കി ചിരിക്കാൻ ഞാൻ ശ്രമിച്ചാ എന്തൊക്കെ ഞാൻ കേൾക്കേണ്ടി വരാം. നീ ചിരിക്കണ്ട, ബാക്കിയുള്ളവർ ചിരിച്ചാൽ മതി. അങ്ങനെയല്ല, നമ്മുടെ ഏത് നേരം മുഖം വീക്കി കെട്ടിട്ട് ഒരു വീട്ടില്, ഇപ്പൊ ഞാൻ തന്നെ നിന്റെ അമ്മയാണ്, ഏത് നേരം ചില വീട്ടിൽ കണ്ടിട്ടുണ്ട്, എന്തോ ഒരു ദേഷ്യം പോലെയുള്ള മുഖഭാവത്തിലിരിക്കുന്ന അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരും ഉണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളുടെ ഒക്കെ അച്ഛനോ അമ്മയോ അങ്ങനെ മക്കളും ഉണ്ട്. അപ്പൊ എന്താറിയോ, നമ്മളങ്ങനെ ചെയ്യരുത്. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. നമ്മുടെ എല്ലാരും നോക്കി ചിരിക്കുകയാണ്. നമ്മള് ഈ അരപ്പ് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു. അപ്പൊ ആ വഴിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു പെണ്ണുങ്ങളുണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങള്. അപ്പൊ എല്ലാരും നോക്കി ചിരിക്കുന്ന കൂട്ടത്തിൽ അവരെയും നോക്കി ചിരിച്ചു. അരച്ച വെള്ളം. അപ്പൊ അവരെയും നോക്കി ചിരിച്ചു. അപ്പൊ അവര് എല്ലാരും നോക്കി ചിരിക്കണ കാണുന്നില്ലല്ലോ, അവര് നോക്കി ചിരിക്കുന്നത് മാത്രമല്ല കാണുന്നല്ലോ. അപ്പൊ ആ ചെക്കൻ ആള് ശരിയല്ല, നമ്മളെ നോക്കി ചിരിച്ചിട്ട് വന്നിട്ട് നമുക്കൊരു മോശപ്പേരുണ്ടാവില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. എല്ലാരും നോക്കി ചിരിക്കുന്നതിനെ പറ്റിയോ? ഇതിന് മറുപടി പറഞ്ഞൊരു കഥ പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ ചോദിച്ചില്ലേ, അപ്പൊ ആ ഒരു സ്ത്രീയോ ആ പെൺകുട്ടിയോ ആരെങ്കിലും നടന്നു വരുമ്പോ അവര് വിചാരിക്കും എന്നെ മാത്രം നോക്കി ചിരിക്കാൻ ദുരുദ്ദേശാണെന്ന് വിചാരിക്കില്ലേ, മോശപ്പെട്ട ചക്കരാണെന്ന് വിചാരിക്കില്ലേ? നമ്മളെപ്പോഴും ഒരു സന്തോഷമുള്ള മുഖത്തോടെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുക. അല്ലാണ്ട് ഏതുനേരം ഈ ചിരിച്ചിട്ട് നിന്നെ കാണുമ്പോഴും ചിരിക്കുക. അല്ല, ഇപ്പൊ നമ്മള് കൈ ഒടിഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ച ഭയങ്കര വേദനയായിട്ട്. അപ്പൊ അമ്മ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വരുമ്പോ ഞാൻ അമ്മേനെ നോക്കി ചിരിച്ചുകൊണ്ടേ ഉണ്ടാവണം അല്ലേ? വേദന ഉണ്ടെങ്കിലും എങ്ങനെയുണ്ട് പോലെ ഈ മാതിരി ശരിയല്ലേ? അത്രയും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ നടക്കുന്ന കാര്യമല്ല കേട്ടോ. വേറെ എന്തെങ്കിലും പറഞ്ഞോ? ശരിയായിരിക്കും, പറഞ്ഞോ. ഒരു നാട്ടില് ഒരു വയസ്സായ ഒരു അമ്മ, അവരെന്താ പറഞ്ഞ എപ്പോഴും എന്നും ചിരിച്ച മുഖത്തോടെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഒക്കെ പെരുമാറും. അവര് ദേഷ്യപ്പെട്ടിട്ടോ ഒരു നെഗറ്റീവായിട്ട് ഏത് സമയത്തും ഇങ്ങനെ ചടപട ഒരു ജാതി സ്വഭാവമൊക്കെ പിറുപിറുക്കുന്ന സ്വഭാവമൊക്കെ ഇല്ലേ, അങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ആ അമ്മേനെ ഇഷ്ടമാണ്. ആ അമ്മയുടെ അടുത്ത് ഒത്തിരി നേരം പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിനൊരു സംതൃപ്തിയാണ് ആ നാട്ടിലുള്ളവർക്ക്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ അമ്മയോട് വന്നിട്ട് ചോദിക്കും, അമ്മ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ആകെ വിഷമത്തിലാണെന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. ആ നാട് മുഴുവൻ അമ്മേനെ ചെറിയമ്മ എന്ന് വിളിക്കും. അല്ല, അങ്ങനെ ഒരു പേര് വെക്കാലോ നമുക്ക് വേണം. അങ്ങനെ വളരെ നല്ലൊരു അമ്മയാണ്.
അപ്പൊ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞാൽ അവര് അതിന് എന്തെങ്കിലും ഒരു സാന്ത്വന വാക്ക് പറഞ്ഞ് വിടും. അങ്ങനെ എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. അപ്പൊ ആ നാട്ടിലെ ഒരു യുവാവ് ഈ അമ്മയോട് വന്നിട്ട് പറയും, അമ്മ നിങ്ങളെല്ലാവരും ഇങ്ങനെ വളരെ എപ്പോഴും ചിരിച്ചുകൊണ്ടും നല്ല ശാന്തതയോടെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നൊക്കെ പറയുന്നത് ഞാനും കാണുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. അതെങ്ങനെയാ ശരിയാവുക? ഏത് നേരത്തും എല്ലാ പ്രതിസന്ധിയിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഇല്ലാത്ത മനുഷ്യരില്ല. എങ്ങനെയാ അങ്ങനെയുള്ളവർക്കൊക്കെ പോസിറ്റീവായി ചിന്തിച്ച് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കാൻ പറ്റും അമ്മ? അത് ഒരിക്കലും ഞാൻ ഉൾക്കൊള്ളില്ല. എനിക്കത് ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറയും. അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം, അതുകൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ പറ്റുന്നത്. പക്ഷെ അതുപോലെ അല്ലല്ലോ മറ്റുള്ളവർ എന്തെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നു പോയവരായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ പോസിറ്റീവായിട്ടും പിന്നെ ഏത് നേരം എല്ലാവരോടും ചിരിച്ചും ഒക്കെ സംസാരിക്കാൻ എങ്ങനെ കഴിയും? ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ പറയും, മോനെ നീ എന്താ വിചാരിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരുണ്ടോ? ഇല്ല, എല്ലാവരുടെ ജീവിതത്തിലും കഷ്ടപ്പാടും ദുഃഖവും നിരാശയും എല്ലാം ഉണ്ടാവും. അതില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിരിക്കാണ്ടും കളിക്കാണ്ടും ഏതു നേരം കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ മോൻ പറയുന്നത്? അതേപോലെ മോൻ ചോദിച്ചില്ലേ, എൻ്റെ ജീവിതത്തിൽ എല്ലാം എല്ലാം നല്ലത് മാത്രമേ നടന്നിട്ടുണ്ടാവൂ, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചിരിക്കാനും സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറാൻ പറ്റുന്നത്, പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റുന്നത് എന്നല്ലേ? പക്ഷെ അതല്ല മോനെ, എൻ്റെ ജീവിതം എന്താണെന്ന് നിനക്കറിയില്ല, ഞാൻ പറയാ കേൾക്കുന്നുണ്ട്. ആ അമ്മ നമ്മുടെ കഥ പറയും. ആ അമ്മ കല്യാണം കഴിച്ചു വന്നു, നല്ല സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ്, നല്ല കുടുംബജീവിതം, നല്ല സന്തോഷത്തോടെ അവർ കഴിയുക. 2 മക്കളും ഉണ്ടായി, പെൺകുട്ടികൾ 2. ആ സമയത്ത് കുറേ കാലങ്ങൾ ആ പെൺകുട്ടികൾക്കൊക്കെ ഒരു 8ഉം 10ഉം വയസ്സായ സമയത്ത് ഈ ഭർത്താവിന് പെട്ടെന്ന് ഒരു അസുഖം വന്നു. അസുഖം വന്നപ്പോൾ ഇവരാകെ തളർന്നു പോയി. അപ്പോൾ എന്നിട്ടും അവരെന്ത് വിചാരിച്ചറിയോ, എനിക്ക് സാന്ത്വനമേകാനും എന്നെ കേൾക്കാനും ഒക്കെ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ എന്തൊക്കെയോ ബുദ്ധിമുട്ടി ആ ഭർത്താവിനെ പോലെ ചികിത്സിപ്പിച്ചു, അങ്ങനെയൊക്കെ ജീവിച്ചു. അപ്പോഴും അവരുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾക്കൊന്നും ഇട വരുത്താതെ അവർ ജീവിച്ചു. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഭർത്താവ് അവരെ വിട്ടുപോയി, അതായത് മരിച്ചുപോയി. അപ്പോൾ അവരാകെ തകർന്നു പോയി. സ്നേഹം എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ് അല്ലേ? ആ ഭർത്താവിന്റെ സ്നേഹം, എന്താ പറയാ, സാന്ത്വനം, തണലായി, കൂട്ടായി, കൂട്ടുകാരനായി, എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ ഒരു തണലൊരു തണൽ തന്നെയല്ലേ? അപ്പോൾ അവർക്ക് എന്ത് തോന്നിയറിയോ, എൻ്റെ ഭർത്താവ് പോയി, ഇനി എങ്ങനെ ഞാൻ ജീവിക്കും? ആരെനിക്ക് സാന്ത്വനം നൽകും? ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ടി വീട്ടിലെത്തിയാലും ആളുടെ സ്നേഹവാക്കുകളും സാന്ത്വനം ഒക്കെ കിട്ടിയായിരുന്നു. ഇപ്പം അതില്ല, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഇനി എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ഒരു പ്രയോജനം എന്നൊക്കെ ചിന്തിച്ച് അവരാകെ തളർന്ന് പോയി. ഇനി എനിക്ക് ജീവിക്കേണ്ടെന്നുള്ള രീതിയിലായി. ആ സമയത്ത് അവരിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ 2 മക്കൾ ഇങ്ങനെ ഇരിക്കുന്നത് അവരുടെ കണ്ണിൽ കണ്ടു. അപ്പോൾ പറഞ്ഞു, അത് ശരി, ഞാൻ ഈ ദുഃഖത്തെ ഓർത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, വല്ല അസുഖം വന്ന് ഞാൻ മരിച്ചുപോയാ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇതേ തോന്നൽ കൊണ്ട് ഞാൻ വല്ലതും ചെയ്തു പോയി ഞാൻ മരിച്ചുപോയാൽ എൻ്റെ ഈ മക്കൾ അനാഥരാവില്ലേ? അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷയാണിത്, ദൈവം എനിക്ക് തന്നൊരു പ്രതീക്ഷയാണ് എൻ്റെ മക്കൾ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണം എന്നുള്ള ഒരു മനസ്സിലൊരു നിർദ്ധാരം അവർക്ക് വന്നു. ഒരു ദൃഢനിശ്ചയം എന്നൊക്കെ പറയില്ല, അത് വന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി. ഭർത്താവ് പോയവരെന്തായാലും തിരിച്ചു വരില്ല. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ 2 മക്കളെ ഒരു കരയെത്തിക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്നുള്ളതിൽ അവർ ഉയർത്തെഴുന്നേറ്റ് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി. മക്കൾ വിവാഹപ്രായമായി, അവർ കല്യാണം കഴിച്ചു കൊടുത്തു, വിവാഹം ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് നല്ല ജീവിതമൊക്കെ വിട്ട് കഴിയുമ്പോൾ അമ്മേനെ അവർ മറന്നു. അതായത് അങ്ങനെ സഹജമാണല്ലോ, എല്ലാ മക്കളും അമ്മമാരെ ഓർക്കണമെന്നില്ലല്ലോ. അപ്പൊ ഇവർ വീണ്ടും ഒറ്റപ്പെട്ടപ്പോഴും ഇവരുടെ മനസ്സിൽ ഒരു നിരാശയൊക്കെ വന്നു. പക്ഷെ അപ്പോഴും അവർ വിചാരിച്ചു, ഭഗവാൻ എൻ്റെ ഈ ജീവൻ നീട്ടി തന്നത് അന്ന് ഞാൻ മരിക്കാറില്ല, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരുന്നു, മക്കൾക്ക് വേണ്ടിയായിരുന്നു. പിന്നെ എനിക്ക് വീണ്ടും ജീവിതം നീട്ടി തന്നില്ലേ, ഇപ്പൊ എനിക്കൊരു മനസ്സിന് എനിക്ക് ജീവിക്കാനുള്ളൊരു കരുത്തുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവരുടെ കാര്യം ഞാൻ നടത്തി കൊടുത്തു, അതോടെ എൻ്റെ കടമ കഴിഞ്ഞു. അവർക്ക് എൻ്റെതായ ആവശ്യമില്ല, അവർ സുഖമായി ജീവിക്കണം. അത് അവരുടെ ഇഷ്ടം. അവരെന്നെ സ്നേഹിക്കുകയോ സ്നേഹിക്കാണ്ടിരിക്കുകയോ എന്നെ മറക്കാണ്ടിരിക്കുകയോ അതൊക്കെ അവർക്ക് വിട്ടതാണ്. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കണ്ടേ? അപ്പം ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി എനിക്ക് ജീവിക്കുക. എവിടെയെങ്കിലും 4 ദിവസം യാത്ര പോവുക, നല്ല അമ്പലം സന്ദർശിക്കുക, ആർക്കെങ്കിലും 4 പേർക്ക് ഒരു നല്ല കാര്യങ്ങൾ, കയ്യിലാവുന്ന ചെറിയ കാര്യങ്ങൾ എന്തെന്നാണെങ്കിലും അത് ചെയ്യുക.
അങ്ങനെ ചില നന്മകൾ ചെയ്തു, ചില നമുക്ക് മനസ്സിന് പിടിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു, നമ്മുടെ മനസ്സിന് ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ ദൈവം അതായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിൽ നിശ്ചയിച്ചു. അന്ന് തൊട്ട് സ്വന്തം ബന്ധം അല്ലെങ്കിലും കൂടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, അവരെ എനിക്ക് സ്നേഹിക്കുക, അവരിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടും. അതുപോലെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ വലിയ സന്തോഷം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ നിരാശയില്ല, ദുഃഖമില്ല, നഷ്ടബോധമില്ല. ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് സ്വന്തമാണെങ്കിലും ബന്ധമാണെങ്കിലും കിട്ടാത്ത സ്നേഹം എല്ലാം കൊണ്ടും ഞാനിപ്പോൾ സംതൃപ്തയാണ്. അപ്പം ഞാൻ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഭഗവാൻ നിശ്ചയിച്ചതാണിത്, നിന്റെ ജീവിതം ഇതുപോലെ നീ കൊണ്ടുപോകണമെന്ന്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ സന്തോഷത്തോടെ തന്നെ ജീവിക്കണം. നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള ഉറപ്പ് നമുക്കുള്ളപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള ജീവിതം നിരാശയിലും നെഗറ്റീവായി ചിന്തിച്ചും നിരാശയും ഇതൊക്കെ കലർന്ന ജീവിതം നയിക്കുന്നതിനേക്കാളും നല്ല കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടേതാക്കി മാറ്റി നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം പോസിറ്റീവായിരിക്കും, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം പോസിറ്റീവായിരിക്കും. അതാണ് മോനെ ഞാൻ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഓരോ ദിവസം തുടങ്ങുമ്പോഴും ദൈവത്തിൻ്റെ ഒരു പുതിയ വരദാനാണെന്ന് പറയും പോലെ അന്ന് എല്ലാ ദിവസങ്ങളിലും ചെറുതായിട്ട് നമുക്ക് സങ്കടപ്പെടാനൊരു കാരണം ഉണ്ടാവും. പക്ഷെ അതേപോലെ ചിലപ്പോൾ വലുതായിട്ട് സങ്കടപ്പെടണോ ചെറുതായിട്ട് സങ്കടപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം നമ്മളെ തേടി വന്നുകൊണ്ടേ ഉണ്ടാവും. പക്ഷെ ഒന്നുണ്ട്, സന്തോഷിക്കാനുള്ള കാരണം നമ്മൾ തേടിപ്പോകണം. അതൊരിക്കലും നമ്മൾ തേടി വരില്ല. ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് വരുമ്പോഴും അതിൻ്റെ ഉള്ളിൽ സന്തോഷിക്കാനുള്ളൊരു വകയുണ്ടോ, എന്തെങ്കിലും ഒന്നുണ്ടോ? ഉണ്ട് കുറെ സങ്കടം, നമ്മൾ സങ്കടപ്പെട്ടത് കൊണ്ട് നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്തോ ഒരു കടുകുമണിയോളം സന്തോഷിക്കാൻ എന്തോ എൻ്റെ ജീവിതത്തിൽ എന്നുള്ള ചിന്തയുണ്ടായാൽ സത്യമായിട്ടും നമ്മുടെ ജീവിതം സന്തോഷിക്കാനുള്ള ഒരു വഴി നമ്മൾ തന്നെ കണ്ടെത്തും. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ സന്തോഷിക്കണം നമ്മൾ തന്നെ കണ്ടെത്തും. കാരണം ഓരോ ദിവസം എണീക്കുമ്പോഴും പറയാം, ഇന്ന് എൻ്റെ ജീവിതമാണ്, ഇന്ന് ഞാൻ ജീവിക്കുകയാണ്, ഇന്നത്തെ ദിവസം എൻ്റെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കുക. സങ്കടം അതിങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഉണ്ടാവില്ലേ, അത് വന്നോട്ടെ. വരുന്നതിൻ്റെ ഒപ്പം സങ്കടത്തിന് എങ്ങനെ ഉൾക്കൊള്ളാണ്ടിരിക്കാൻ പറ്റില്ല. വരുന്നതൊക്കെ സ്വീകരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ സ്വീകരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലും സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ ഒരു ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നുണ്ട്, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്നുള്ള തൃപ്തിയിൽ ഒന്ന് ചിരിക്കുക. കാരണം സങ്കടങ്ങൾ ഒരു ദിവസം മാഞ്ഞു പോവും. നിങ്ങളുടെ ഈ ചിരി ഈ ലോകം കാണുമ്പോൾ ഒരിക്കലും മായാതിരിക്കട്ടെ, അല്ലേ? അപ്പോൾ ഇതെന്തായി, എവിടം വരെ ആയി? ഈ സങ്കടം എന്ന് പറയണത് വിളിക്കാണ്ട് വരുന്നൊരു വിരുന്നുകാരനെ പോലെയാണ്, മനസ്സിലായില്ലേ? അത് ക്ഷണിക്കാണ്ട് വരുന്ന വിരുന്നുകാരന് എന്ത് വില ഉണ്ടാവുക? ക്ഷണിച്ചു വരിക, വരണം നമ്മൾ വിളിക്കില്ലേ, നമ്മളെ വിളിക്കില്ലേ? അപ്പോൾ നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക വിലയാണ്. പെട്ടെന്നൊരു ദിവസം ബെല്ലടിച്ചിട്ട് ആരും വരണ്ട, അവരുടെ ജീവിതത്തിൽ അവരുടേതായ ബുദ്ധിമുട്ടിൽ കിടക്കായിരിക്കും അവർ. ചിലപ്പോൾ ആ സന്ദർഭം ശരിയായിരിക്കില്ല. നമ്മളൊരു ഇൻഫർമേഷൻ ഇല്ലാണ്ട് കയറി പോകുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് വാടിപ്പോകും. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയിൽ ഒരു വാക്ക് വിളിച്ച് പറയേണ്ടതെന്ന് ചോദ്യത്തിൻ്റെ അർത്ഥം പറയും, ചിലപ്പോൾ അവർ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അതുപോലെ ഈ സങ്കടം എന്ന് പറയണത് നമ്മളതിന് പ്രത്യേക ക്ഷണപത്രികയൊന്നും കൊടുക്കണ്ട. നിങ്ങളുടെ എത്ര സന്തോഷമുണ്ടെങ്കിൽ ഒരു സങ്കടം നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. അത് ഫോളോ ചെയ്തുകൊണ്ട് നിഴൽ പോലെയാണ് ഈ എന്താ പറയുക സങ്കടം എന്ന് പറയണത്. പക്ഷെ സന്തോഷം എന്ന് പറയണത് ഒരു സൂര്യോദയം പോലെയാണ്, അല്ലേ? അത് നമുക്ക് ഓരോ ദിവസം ഓരോ സെക്കൻഡ് നമുക്കത് നമ്മൾ തെരഞ്ഞുകൊണ്ടേ ഉണ്ടാവണം. എങ്ങനെയാണ് സങ്കടത്തിൽ നിന്ന് സന്തോഷത്തെ തേടുക എന്നുള്ളത്, അല്ലേ? അപ്പം ഇതിൽ പച്ചമുളക് മുറിച്ചിടാം, ഒന്ന് മതി. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ എന്നും കാരണന്മാർ പറയണത് പോലെ കയ്പും മധുരവും കലർന്നതാണ് ജീവിതം. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു കയ്പുണ്ടാവും. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് വേണം ജീവിതം മുന്നോട്ട് പോകാൻ. ജീവിതം ഒരിക്കലും ഒരു കയറ്റം മാത്രമായിരിക്കില്ല, നല്ലൊരു ഇറക്കം ഉണ്ടാവും. ഒരു ഇറക്കം കഴിഞ്ഞാൽ വീണ്ടും ഒരു കയറ്റം ഉണ്ടാവും. എപ്പോഴെങ്കിലും ഇടയ്ക്ക് മാത്രം ഒരു ലെവലിൽ റോഡ് കിട്ടും പറയില്ലേ, അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസം. എന്ന് വെച്ചിട്ട് ജീവിതം കളയാനുള്ളതല്ല, ജീവിതം പാഴാക്കി കളയാനുള്ളതല്ല. ഈ സങ്കടം എന്ന് പറയണത് ആർക്ക് വന്നാലും, അടുത്ത ആൾക്ക് വന്നാലും നമുക്കത് കാണുമ്പോൾ ഒരു വിഷമമാണ്, നമുക്ക് വന്നാലും അത് വിഷമമാണ്. ഇന്നൊരാളുടെ സങ്കടം കണ്ടിട്ട് നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ എന്തോന്ന് സംഭവിച്ചു, നന്നായി വന്നിട്ട് നമ്മൾ ചിരിക്കുകയോ? മനുഷ്യത്വമുള്ളവരാരും ചിരിക്കില്ല, അല്ലേ? ഇപ്പോൾ നമുക്ക് എന്തോന്ന് സംഭവിച്ചു വന്നിട്ട് അപ്പുറത്തുള്ളവർ ചിരിക്കുകയോ? മനസ്സാക്ഷിയുള്ളവർ ചിരിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തൊരു സന്തോഷം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളും എന്തോ ഇന്നലെ വരെ എങ്ങനെ ആയിരുന്നു,
അവരിത് ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ചെറിയൊരു സന്തോഷം തോന്നില്ലേ? അതെ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതമൊക്കെ കണ്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റി, അതാണ് സന്തോഷം. സർപ്രൈസായിട്ട് വരുന്നവരാരാണ്? നമ്മുടെ അതിഥിയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പോവാതെ നമ്മുടെ മനസ്സിൽ പൂട്ടി വെക്കണം. നീ ഇവിടെ ഇരുന്നോ, ഇവിടുന്ന് പോവരുത്, പോവാൻ ഞാൻ അനുവദിക്കില്ല വന്നിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പൂട്ട് വെച്ച് അങ്ങോട്ട് പൂട്ടണം. ഇനി അഥവാ സങ്കടങ്ങൾ വരുമ്പോൾ പറയണം, എൻ്റെ മനസ്സിൻ്റെ പൂട്ടി വെച്ചിട്ടുള്ളൊരു അതിഥിയുണ്ട്, അതിൻ്റെ പേര് സന്തോഷമാണ്. നീ അതിൻ്റെ മുകളിൽ കുത്തിക്കോ തട്ടിക്കോ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കില്ല. ഇനി അഥവാ തുറന്നാൽ നീ കാണുന്നത് സന്തോഷത്തെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് സാധാരണ ഒരു വ്യക്തി പറഞ്ഞതല്ല, ശ്രീ 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 രഞ്ജിത്താനന്ദ സ്വാമി പറഞ്ഞതാണ്. അത് നമ്മൾ സ്ത്രീ സ്ത്രീ അല്ല, സ്ത്രീ 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 എന്നല്ല കേട്ടോ, ശ്രീ ശ്രീ ശ്രീ. അത് ശ്രദ്ധിച്ച് കേൾക്കണം അമ്മ. കണ്ടോ, ഇതാണ് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങ് മസാല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാ. ചോറുണ്ണാനോ ചപ്പാത്തിക്കോ എന്തിനും ആകും കേട്ടോ. എല്ലാത്തിനും പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓക്കെ. ഇത് നമ്മുടെ ഇളയ മകന് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള സംഭവമാണ്. ഇളയ മകൻ എന്ന് പറഞ്ഞാൽ 10 മക്കളൊന്നും ഇല്ല, ഇനിയൊരു മകന് ഇഷ്ടപ്പെട്ടതാണ്. ഈ മകനും ഇഷ്ടപ്പെട്ടതാണ്. ഈ മകൻ എന്ന് പറയുമ്പോൾ തന്നെ കേട്ടില്ലേ നിങ്ങൾ? ഈ മകൻ കണ്ടില്ലേ? അവിടെ കണ്ട ഈ എന്ന് വലിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ പൊന്നോമന കൺമണി കുഞ്ഞിന് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഈ കുറുമ്പനും ഈ മണ്ടനും ചിലപ്പോൾ ഇഷ്ടപ്പെടാറുണ്ട്. എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് സന്തോഷിക്കണ്ട കേട്ടോ. എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അതെന്താ അറിയോ, അവന് എല്ലാം ഇഷ്ടമാണ്. അവൻ ഞാൻ കൂട്ടുന്ന എല്ലാ പച്ചക്കറികളും കൂട്ടും, ഇറച്ചി മീനും ഒക്കെ കൂട്ടും, പച്ചക്കറികളും കൂട്ടും. അവൻ ഏതും വേണ്ടാന്ന് പറയില്ല. അങ്ങനെ ഒരു സ്വഭാവം. അവനിപ്പോ ഒട്ടക്കടക്ക കൂട്ടും, പക്ഷെ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ്. അവനൊന്നും അതല്ല, അവൻ ഞാൻ കഴിക്കുന്ന എല്ലാ പച്ചക്കറിയും അവൻ കഴിക്കും. അമ്മ ഇതെനിക്ക് വേണ്ട എന്ന് അവൻ പറയുകയില്ല. ഇവനങ്ങനെയല്ല, ഇവൻ ചിലത് കഴിക്കില്ല. ഇവന്റെ അച്ഛനും അതെ, ചിലത് കഴിക്കില്ല. അച്ഛനും മോനും അതേ. അമ്മേന്റെ ഒരുപാട് ഓമന പൊന്മോനായതുകൊണ്ടായിരിക്കും അവൻ മീശ വിടാണ്ട് അമ്മേനെ പോലെ തന്നെ ഉള്ളത്. ശരിയായിരിക്കും, എല്ലാം കൊണ്ട് ശരിയായിരിക്കും. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ കറി കണ്ടാൽ ഒന്നും കൂടി കാണിക്കാം കേട്ടോ. കണ്ടോ, സൂപ്പറാണ്. നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇനി അച്ഛന്റെ മകനാവാൻ പോവാണ്. ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അച്ഛന്റെ മാത്രം മകനാവാൻ പോവാ. ഓ ആയിക്കോട്ടെ. സന്തോഷായി അമ്മയ്ക്ക്, ആയിക്കോട്ടെ എന്ന്. അയ്യോ ഭഗവാനെ. ഞാൻ ഇതിന്റെ കൂടെ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കി തരാം കേട്ടോ. തന്നോളൂ കേട്ടോ. അപ്പൊ അത് കൂട്ടി. അല്ല, അച്ഛന്റെ മാത്രം മകനായ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അച്ഛന്റെ കുഴപ്പമില്ല. അച്ഛന്റെ മാത്രം മാത്രമായാലും ഇങ്ങോട്ട് വരുമല്ലോ. ഇല്ല, വരില്ല. അപ്പ വരില്ല. പിന്നെ അച്ഛനെന്താ വേറെയാ, എന്റെ കൂടെ അല്ലേ. അപ്പൊ അപ്പൊ ഈ കോളിഫ്ലവർ കറി പിന്നെ ഓംലെറ്റ് അത്രേ ഉള്ളൂ. അത് നിങ്ങൾ വരികയാണെങ്കിൽ അത് കൂട്ടി ഞാൻ ചോദിക്കും. അത്രേ തരില്ല, സ്പെഷ്യലായിട്ട് വേറെ ഒന്നും തരില്ല. കാരണം പൊതുവേ ഒരു പിശുക്കിയാണ്. പിന്നെ ആർക്കും അങ്ങനെ അല്ലാട്ടോ കരയണ്ട ഉണ്ടാവും. പിന്നെ അതന്നെ ഒരിക്കലും പിശുക്കിയല്ല കേട്ടോ. നിങ്ങളെ ഞാൻ വിളിക്കാട്ടോ, വിളിക്കുമ്പോ നിങ്ങൾ വന്നോളൂ. എന്നിട്ട് നിങ്ങൾ പറയൂ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി തന്നു. ഓക്കെ, പച്ചക്കറി ഇഷ്ടമുള്ളത് പറയുകയാണെങ്കിൽ ഞാൻ അതും കൂടി ഉണ്ടാക്കി വെക്കും. അങ്ങനെയുള്ള സ്വഭാവം ഉണ്ട് എനിക്ക്. ആർക്കും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഏതാണ്ട് ആൾക്കാർക്കൊക്കെ എന്നെ അറിയണവർക്ക് അറിയാം. ഇവ കുശുമ്പനാണ്. അപ്പൊ ബൈ. എന്നെ കുശുമ്പനും ആക്കി.